ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് മലമ്പുഴയിലേക്കാണ്. അവിടെ ഫ്ലവർ ഷോ ഉണ്ടെന്ന് എല്ലാവരും പറഞ്ഞു, കുറേ പോണം വിചാരിക്കണം. പക്ഷേ ഇന്നാണ് അതിനുള്ള ഗ്യാപ്പ് കിട്ടിയത്. നോക്കുമ്പോൾ ഇന്ന് ലാസ്റ്റ് ഡേറ്റ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് അത് കണ്ടിട്ട് വരാം. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ പറളി കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇങ്ങനെ റോഡ് ഞായറാഴ്ച അതുകൊണ്ട് വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. ബാക്കിൽ നമ്മുടെ വേറൊരു വണ്ടി കൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കൂട്ടുകാരനും വൈഫും ഫാമിലിയൊക്കെ ആയിട്ടാണുള്ള ട്രിപ്പാണ് ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. തിരക്കാണ് ഗൈസ്, ഒരു രക്ഷയില്ല. കുറേ നേരം നമ്മൾ ബ്ലോക്ക് പെട്ടിട്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ട്. നമ്മുടെ പുറകിലും ഒരുപാട് വണ്ടികളുണ്ട്. അപ്പോൾ നല്ല തിരക്കാണ്. നമ്മൾ വണ്ടികൾ ഒരുപാട് ദൂരത്ത് നിൽക്കുന്നത്. അപ്പോൾ പൂക്കാല 2024 ഫ്ലവർ ഷോ മലമ്പുഴ ഇന്ന് 28-ാം തീയതി, ഇന്ന് ലാസ്റ്റ് ഡേറ്റാണ്. അപ്പോൾ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ കുറച്ച് ദിവസം 2 ദിവസം വ്യത്യാസം വരും. നല്ല തിരക്കാണ്, കുറേ നേരമായി. ഇത് മുൻകൂട്ടി അറിയായിരുന്നെങ്കിൽ കുറച്ച് നേരത്തെ ഇറങ്ങായിരുന്നു. കട്ട പോസ്റ്റാണ്, മണിക്കൂറോളമായി ഇവിടെ ബ്ലോക്ക് കിടക്കണം. പാർക്കിങ്ങിനൊന്നും ഒരു ഗ്യാപ്പും കാണുന്നില്ല. അങ്ങനെ ഗൈസ്, നമ്മൾ മലമ്പുഴയിൽ എത്തിയിട്ടുണ്ട്. നല്ല അന്യായ തിരക്കാണ്. ഇതാ ഇവർ നമ്മളെ ഫാമിലിയായിട്ടാണ് വന്നിട്ടുള്ളത്. തിരക്ക് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത തിരക്കാണ്. പാർക്കിങ്ങൊന്നും സ്ഥലമില്ലാത്തതുകൊണ്ട് ഒരുപാട് ദൂരെ കൊണ്ടുപോയിട്ട് നടന്നു വരേണ്ട അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഇതാണ് നമ്മുടെ എൻട്രിയിലുള്ള അവസ്ഥ. ടിക്കറ്റ് കൗണ്ടറിലൊക്കെ നല്ല തിരക്കാണ്. അതാ ലേഡീസ് തിരക്കുണ്ടാവില്ല. രണ്ടാൾ പോയിട്ടെടുത്ത ഞായറാഴ്ച ആയതുകൊണ്ടും ഇന്ന് ലാസ്റ്റ് ഡേറ്റ് ആയതുകൊണ്ടും നല്ല തിരക്കാണ്. അത്യാവശ്യം തിരക്കനുണ്ട് ടിക്കറ്റ് കൗണ്ടറിൽ തന്നെ. ഞങ്ങളിങ്ങനെ മാറി നിന്നിട്ട് അവരും ടിക്കറ്റ് എടുക്കാൻ വിട്ടതാണ്. അൺഎക്സ്പെക്റ്റഡാ കേസ്, അൺഎക്സ്പെക്റ്റഡ്. അപ്പോൾ നമുക്ക് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ ഉള്ളിൽ പോയിട്ട് കാണാം. ഓക്കെ.
അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് ഫ്ലവർ ഷോൻ്റെ അകത്തോട്ട് കയറിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്ത് ഉള്ളിൽ കയറുമ്പോൾ തന്നെ ഫസ്റ്റ് കാണാൻ കഴിയുന്നത് മലമ്പുഴ ഗാർഡൻസിന് ഒരു വെൽക്കം ബോർഡാണ്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങും. സ്റ്റാർട്ടിങ്ങിൽ തന്നെയാണ് ഫ്ലവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവർ. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങിയിട്ട് മൊത്തത്തിൽ നമുക്ക് കറങ്ങി കാണാം. ഓക്കെ, വിചാരിച്ച പോലെയല്ല, നല്ല തിരക്കാണ്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടും ഇന്ന് ലാസ്റ്റ് ഡേ ആയതുകൊണ്ടും നല്ല തിരക്കാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച വരാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നതാണ്. അങ്ങനെ നമ്മൾ നേരെ കവയിൽ പോയതുകൊണ്ട് അങ്ങനെ സമയം കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് വന്നില്ല, രാത്രി ആയതുകൊണ്ട്. അപ്പോൾ ഇന്നാണ് വന്നത്. ഇന്ന് വന്നപ്പോൾ അത്യാവശ്യം നല്ല തിരക്കാണ്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ വന്നിട്ട് പൂ പറിക്കണം പരിപാടി നടക്കില്ല. കാരണം 4 പേരും കയറ് കെട്ടിയിട്ട് അകത്തോട്ട് ആൾക്കാർ കയറാതിരിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ സെക്യൂരിറ്റിക്കാരായ ചേച്ചിമാരൊക്കെ ഒരുമിച്ച് അതിൻ്റെ കൂടെ നിർത്തിയിട്ടുണ്ട്. ഇവിടെ വന്നതിൽ ഏറ്റവും കൂടുതൽ കാണാൻ പറ്റിയത് കുറേ മഞ്ഞ പൂക്കളാണ് ഗൈസ്. പിന്നെ ഈ ആന കാണുമ്പോൾ വലിയ ഉഷാറില്ലാത്ത സൈസാണ് ആന കാണുമ്പോൾ ഉള്ളത്. അങ്ങനെ മൊത്തത്തിൽ കുഴപ്പമില്ല, ഉഷാറായിട്ടുണ്ട്. ഇതിൽ അധികം കൂടുതലും മഞ്ഞ കളർ പൂക്കളാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. പിന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇങ്ങനെ കുടകളൊക്കെ സെറ്റ് ചെയ്തിട്ട് ആർട്ടിഫിഷ്യലായിട്ട് മഴ വരുന്ന സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ അതിന് ചോട്ട് പോയിട്ട് ഒരുപാട് ആൾക്കാർ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. നമ്മളും പോയി നോക്കി. പോയ സമയത്ത് വെള്ളം വന്നിട്ടുണ്ടായിരുന്നില്ല. ഒരു 10 മിനിറ്റ് ഗ്യാപ്പ് ഇട്ടിട്ടാണ് മഴ പോലെ വെള്ളം വരുന്നത്. അപ്പോൾ അതിന് നനയാതിരിക്കാനാണെങ്കിൽ കുടയുടെ സെറ്റപ്പും ഫോട്ടോ എടുക്കാനൊക്കെ നല്ല അടിപൊളി ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാർ അവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. കാരണം വെള്ളം വരണ്ടേ, 10 മിനിറ്റ് കൂടുമ്പോഴാണ് വെള്ളം വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു ഫീല് കിട്ടി. വലിയ ഇതൊന്നുമില്ല, എന്നാൽ കുഴപ്പമില്ലാത്തൊരു ഇതായിരുന്നു. ഞാൻ പറഞ്ഞില്ല കേസ്, ഇവിടെ അധികം മഞ്ഞ കളറിലെ പൂക്കളാണ് കൂടുതൽ നമുക്ക് കാണാൻ കഴിയുന്നത്. പിന്നെ ഊട്ടിയിലൊക്കെ മുകളിൽ ചെറിയൊരു ടോയ് ട്രെയിനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവർ. ഒരു ചെറിയ റെയിൽവേ ട്രാക്കും മൊത്തത്തിൽ ഒരു ഉഷാറാക്കിയിട്ടുണ്ട്. മഴയാണ് കേസ്, മഴ. അങ്ങനെ നമ്മൾ കാത്തു നിന്നിട്ട് നമുക്ക് ആ മഴയുടെ ഫീല് കിട്ടി ഗൈസ്. ചെറിയൊരു ചാറ്റിൽ മഴയുടെ ഫീലാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ കുറച്ച് നേരം അവിടെ നിന്ന് വീഡിയോയും ഫോട്ടോസൊക്കെ ആൾക്കാരെടുത്ത് നമ്മൾ ചെറിയ വീഡിയോസൊക്കെ എടുത്തു. അങ്ങനെ കുഴപ്പമില്ല, ചെറിയൊരു സെറ്റപ്പ്. അങ്ങനെ ഈ കുടയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഫോട്ടോ എടുക്കാൻ പറ്റിയ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. കാരണം ആ കുടയുള്ള ഭംഗിയും കളറുകളും എല്ലാം കൂടിയും നല്ല അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഈ പൂക്കളും ചെടികളൊക്കെ ആയിട്ട് ഒരുപാട് വെറൈറ്റി പൂക്കളെ കാണാൻ പറ്റി ഇവിടെ വന്നപ്പോൾ.
നിങ്ങളെ നരേഷ് സൂപ്പറായിട്ടുണ്ടോ? ലാസ്റ്റ് ദിവസം ആയതുകൊണ്ട് ഡാമിൻ്റെ മോൾ സൈഡായിട്ട് ഗാനമേളയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു ഗൈസ്. നമ്മൾ പിന്നെ അങ്ങോട്ട് കയറാൻ നിന്നില്ല. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ട് പോകാനുള്ള മൈൻഡിൽ നമ്മൾ നിന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഗാനമേള സൈഡിൽ നിന്ന് പോകാതിരുന്നത്. മുകളിൽ നല്ല അതിഗംഭീരമായ ഗാനമേള ഞങ്ങൾ ചെന്നപ്പോൾ തുടങ്ങിയിട്ട് പോരുന്നത് വരെയും ഗാനമേള അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളീ പോണതിൻ്റെ കുറച്ച് മുകളിലായിട്ടാണ് ഗൈസ് നമ്മൾ നേരത്തെ പറഞ്ഞ ഗാനമേള നടക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു എഫക്റ്റ് ചിലപ്പോൾ നിങ്ങൾക്ക് ഈ വോയിസിനിടയിൽ കൂടെ ചിലപ്പോൾ കേൾക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ കോപ്പി റൈറ്റിന് ഇഷ്യൂ ആയതുകൊണ്ട് നമ്മൾ വല്ലാണ്ട് അങ്ങോട്ട് പോയിട്ടില്ല. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് ഹാങ്ങിങ് ബ്രിഡ്ജിലൊക്കെ ഒന്ന് കറങ്ങിയിട്ട് പോകാനുള്ള പരിപാടിയായിരുന്നു. അപ്പോൾ അങ്ങനെ രാത്രിയായി തുടങ്ങി ഗൈസ്. അപ്പോൾ ലൈറ്റൊക്കെ ഇട്ടിട്ട് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. മരങ്ങളിലായാലും മറ്റുള്ള ഇതിലും എല്ലാം രാത്രി ഡാമിന് മുകളിലേക്ക് താഴെ നോക്കുകയാണെങ്കിൽ ഒന്നും കൂടിയും രസമുണ്ടായിരുന്നു. കാരണം ലൈറ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഡാമിന് മുകളിലേക്ക് പിന്നെ എപ്പോഴും വന്ന സ്ഥലമായതുകൊണ്ട് കയറാൻ നിന്നില്ല. ബാക്കി താഴെ കൂടെ ഒക്കെ കറങ്ങിയിട്ട് പോകാനുള്ള പരിപാടിയായിരുന്നു. കുട്ടികളുടെ പാർക്കിലൊക്കെ ഒന്ന് പോയി കുട്ടികളെ കളിപ്പിക്കണം. കാരണം മെഹറിഷിന് റോപ്പ് വേയിൽ കളിപ്പിക്കാത്തത് കൊണ്ടും കയറ്റിപ്പിക്കാത്തതുകൊണ്ടും നല്ല വിഷമമുണ്ട്. അപ്പോൾ അതൊന്ന് തൽക്കാലം അവണ്ണതാക്കാൻ വേണ്ടിയിട്ട് പാർക്കിലൊക്കെ കൊണ്ടുപോയി കാണിക്കാൻ വിചാരിച്ചിട്ടായിരുന്നു. അപ്പോൾ പാർക്കിൽ കുറേ നേരം കളിച്ച് അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകാനുള്ള പരിപാടിയായിരുന്നു.
മുകളിലത്തെ ഫ്ലവർ ഷോ എല്ലാം കണ്ട് കഴിഞ്ഞ് നല്ല തിരക്കായിരുന്നു. നമ്മളെ കുട്ടികളെ പറഞ്ഞെത്തിയിട്ടുണ്ട്. പോയി കഴിഞ്ഞാലും ഈ ഒറിജിനൽ റൈഡിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക്. അപ്പോൾ അവൾക്ക് വേണ്ടുന്ന വീട്ടിൽ ചെറുതൊന്നും ഓൺലൈനിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ഓൺലൈൻ ഓർഡർ ചെയ്ത് എത്തിയപ്പോൾ സാധാരണ കുറച്ച് ചെറുതായി പോയി. അപ്പോൾ അതിനുശേഷം അവൾ പാർക്കിൽ എവിടെ പോയാലും അവൾക്ക് ഈ റൈഡിൽ കളിക്കണം. അതിൽ പോയിട്ട് പൊഞ്ഞോ ഉള്ളിൽ ടാറ്റ ആണെങ്കിൽ ടാറ്റ. അങ്ങനെ നമ്മൾ മലമ്പുഴ യക്ഷിയെ കാണാൻ വന്നിരിക്കുകയാണ് ഗൈസ്. അപ്പൊ എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് മലമ്പുഴ ഡാമിന്റെ ഉറക്കണം പറയും മയക്കുന്നില്ലേ. ലാസ്റ്റ് ദിവസമായിരുന്നു അന്ന്. ഞങ്ങളെ മൂഞ്ചി തിരിഞ്ഞിരിക്കുകയാണ്. ഈ ചെങ്ങായിനെ വേണ്ടി എവിടെ പരിപാടിക്ക് വഴുത അവസ്ഥ. കറങ്ങാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങും, ഒരു ഒഴുക്കി വരില്ല. ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ എന്നെ പ്ലാൻ എടുക്കുന്നറിയോ? അടുത്ത പ്രാവശ്യം വരുമ്പോൾ നിന്നെ പ്ലാൻ ചെയ്തിരിക്കണേ നിന്നെ വീൽ ചെയറിൽ തള്ളിക്കൊണ്ടുപോകും. ഓരോ മുക്കും മൂലയും അതിനെ ഉന്തിക്കൊണ്ടേ കാണിച്ചു തരും. 23-ാം തീയതി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള പാലക്കാട് ജില്ലയിലെ മലമ്പുഴ ഡാം എന്ന ഈ ടൂറിസ്റ്റ് പ്ലേസിൽ പൂങ്കാവനം, അതായത് ഈ ഫ്ലവർ ഷോ ഇന്ന് 28-ാം തീയതി ഞായറാഴ്ചയോടുകൂടി സമാപിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ വളരെയധികം മനോഹരമാക്കിയിട്ട് തന്നെ ഇവരത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇവിടുത്തെ ജോലിക്കാർക്കും അതുപോലെ ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഇവിടുത്തെ പഞ്ചായത്ത് ആളുകൾക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നതോടൊപ്പം ഞങ്ങളുടെ ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. താങ്ക് യു ഗൈസ്. ഫ്ലവർ ഷോ കാണാമെന്നാണ്. അപ്പോൾ ഏറെക്കുറെ എല്ലാം കണ്ടു കഴിഞ്ഞു. ഇന്ന് ലാസ്റ്റ് ദിവസമായിരുന്നു. അപ്പോൾ നമ്മൾ ഇനി അവിടെ നിന്ന് തിരിച്ച് വീട്ടിലോട്ട് പോകുന്ന പരിപാടിയിലാണ്. ഇപ്പോഴും അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്. തിരക്കുകൾ വല്ലാണ്ട് ഒഴിവായിട്ടൊന്നുമില്ല. തിരക്കുകൾ കുറഞ്ഞു വരുന്നേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.